ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഇൻഫോഴ്സ്മെന്റ് കൊറോഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കാണ്, എല്ലാവരും നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് റീഇൻഫോഴ്സ്മെന്റ് കൊറോഷൻ എന്ന് പറയുന്നത്. ഡ്യൂറബിലിറ്റീനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റീഇൻഫോഴ്സ്മെന്റ് കൊറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൊറോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ നാച്ചുറൽ ഡിഗ്രഡേഷൻ പ്രോസസ് ഓഫ് മെറ്റൽ വിച്ച് ലീഡ്സ് ടു സ്റ്റീൽ മാസ് ലോസ് ആൻഡ് ഡയമെൻഷണൽ ചേഞ്ചസ്. നമ്മൾ കൊറോഷൻ എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഈ മെറ്റൽ നശിക്കുക, ദാറ്റ് ഈസ് കൊറോഷൻ എന്ന് പറയുന്നത്. ഇതിക്ക് ഏതെങ്കിലും ഒരു മെറ്റൽ അതിന്റെ സറൗണ്ടിങ്സിലുള്ള ഏതെങ്കിലും ഒരു മാധ്യമവുമായിട്ട് ഉണ്ടാവുന്ന റിയാക്ഷൻ കാരണം കെമിക്കൽ റിയാക്ഷന് വിധേയമാവുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, കൊറോഷൻ എന്ന് പറയാ. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മളെ റീഇൻഫോഴ്സ്മെന്റ് കൊറോഷൻ. ഓക്കെ, ഇപ്പൊ കൊറോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Corrosion is a natural degradation process of metal which leads to എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? which leads to steel mass loss and dimensional changes. ഓക്കെ, അതാണ് കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പം റീഇൻഫോഴ്സ്മെന്റ് കൊറോഷൻ എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് കൊറോഷൻ ഈസ് വൺ ഓഫ് ദ മേജർ ഡിറ്റീരിയേഷൻ മെക്കാനിസം ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ വേൾഡ് വൈഡ്. നമ്മള് ഇപ്പൊ ഫ്രോസ്റ്റ് ആക്ഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് നമ്മൾ പറഞ്ഞു നമ്മൾ കേരളയിൽ അധികം എഫക്ട് ചെയ്യുന്നില്ല, കൂടുതൽ ഈ തണുപ്പുള്ള പ്ലേസസിലാണ് ഈ ഒരു ഫ്രോസ്റ്റ് ആക്ഷൻ കാരണം ഉണ്ടാകുന്ന കാര്യങ്ങൾ നടക്കുന്നത്. ബട്ട് ഈ ഒരു കൊറോഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് കൊറോഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതായത് റീഇൻഫോഴ്സ്മെന്റ് കൊറോഷൻ എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദ മേജർ ഡിറ്റീരിയേഷൻ മെക്കാനിസം ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് worldwide. Okay, steel corrosion on steel and RC structures may affect significantly their lifetime. Okay, steel corrosion on steel and RC structures may affect significantly their lifetime. അപ്പം നമ്മളെ ഡ്യൂറബിലിറ്റിനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റീഇൻഫോഴ്സ്മെന്റ് കൊറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പെട്ടെന്ന് ഈ റീഇൻഫോഴ്സ്മെന്റിന് കൊറോഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ തന്നെ ഡ്യൂറബിലിറ്റി കുറയും. നമ്മൾ ഈ മോണിമെന്റ്സ് ആയാലും ഈ ഓൾഡൻ കുറെ കൊല്ലങ്ങളിൽ മുന്നുള്ള ഈ മോണിമെന്റ്സ് ഒക്കെ നമുക്കറിയാം, നമ്മൾ 1000 years ഒക്കെ നിൽക്കുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? അതിൽ റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷമുള്ള ബിൽഡിങ്സിലാണ് കൂടുതൽ ഈ റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ കൊറോഷൻ പ്രോബ്ലം വന്നത്. നമ്മൾ ഈ ഡ്യൂറബിലിറ്റി വെച്ച് നോക്കിയാൽ നമ്മളെ മോണുമെന്റ്സ് ഒക്കെ കൂടുതലായിട്ട് എന്താണ്, മോണുമെന്റ്സിലൊന്നും അധികം ഈ റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡ്യൂറബിലിറ്റി നമ്മൾ അറിയാം, 1000 years അത്രയും ഇയേഴ്സ് ഒക്കെ ഇത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ദ കൊറോഷൻ സീംസ് ടു ബി ആൻ ഓൾ പെർവസീവ് ഫിനോമിനൻ കോസിംഗ് widespread destruction of all type structures across the world and is to be termed as cancer for concrete. ഓക്കെ, ഇതതിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം ഒന്ന് സമ്മപ്പ് ചെയ്ത കാര്യം എന്താണ്? ഇറ്റ്സ് എ കെമിക്കൽ ഫിനോമിനൻ ആണ്. അതുപോലെ കോസിംഗ് വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ അക്രോസ് ദ വേൾഡ്. എല്ലാ ടൈപ്പ് സ്ട്രക്ചേഴ്സിനെയും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ വേൾഡ് വൈഡ് ആയിട്ട്. ഓക്കെ, നമ്മള് ഫ്രോസ്റ്റ് ആക്ഷൻ നമ്മൾ പറഞ്ഞു തണുപ്പ് സ്ഥലങ്ങളിലാണ് കൂടുതൽ, ബട്ട് ഇതെന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവിടെയും സംഭവിക്കുന്ന ഒരു പ്രോബ്ലം ആണ് ഈ റീഇൻഫോഴ്സ്മെന്റ് കൊറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൊറോഷൻ ഓഫ് റീഇൻഫോഴ്സിംഗ് സ്റ്റീൽ ആൻഡ് അതർ എംബഡഡ് മെറ്റൽസ് ഈസ് ദ ലീഡിംഗ് കോസ് ഓഫ് ഡിറ്റീരിയേഷൻ ഇൻ കോൺക്രീറ്റ്. ഓക്കെ, അതായത് കോൺക്രീറ്റിന്റെ ഡിറ്റീരിയേഷന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് റീഇൻഫോഴ്സിംഗ് സ്റ്റീലിന്റെ കൊറോഷൻ അല്ലെങ്കിൽ അതർ എംബഡഡ് മെറ്റൽസിന്റെ കൊറോഷൻ ആണ്. ഓക്കെ, വെൻ സ്റ്റീൽ കൊറോഡ്സ് ദ റിസൾട്ടിംഗ് റസ്റ്റ് ഒക്യുപ്പൈസ് എ ഗ്രേറ്റർ വോളിയം ദാൻ ദ സ്റ്റീൽ. ഈ സ്റ്റീൽ കൊറോഡ് ചെയ്യുന്ന സമയത്ത് ഈ the resulting rust occupies a greater volume than the steel. സ്റ്റീലിനേക്കാളും ഒരു ഗ്രേറ്റർ വോളിയത്തില് ഈ റിസൾട്ടിംഗ് റസ്റ്റ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ വോളിയം കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? എക്സ്പാൻഷൻ സംഭവിക്കും. ദിസ് എക്സ്പാൻഷൻ ക്രിയേറ്റ്സ് ടെൻസൈൽ സ്ട്രെസ്സസ് ഇൻ ദ കോൺക്രീറ്റ്. ഓക്കെ, കോൺക്രീറ്റിൽ എന്ത് സംഭവിക്കും? ക്രിയേറ്റ് എ ടെൻസൈൽ സ്ട്രെസ് ഇൻ ദ കോൺക്രീറ്റ് വിച്ച് ക്യാൻ ഇവൻച്വലി കോസിംഗ്
ക്രാക്കിംഗ്, അതുപോലെ സ്പോളിംഗ്, അതൊക്കെ സംഭവിക്കും. ഈ എക്സ്പാൻഷൻ കാരണമാണ് ഈ ക്രാക്കിങ്ങും സ്പോളിംഗ് ഒക്കെ സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കൊറോഷൻ എന്ന് പറയുന്നത് ഈസ് എ നാച്ചുറൽ പ്രോസസ് ദാറ്റ് കൺവേർട്സ് എ റിഫൈൻഡ് മെറ്റൽ ഇൻ ടു എ മോർ കെമിക്കലി സ്റ്റേബിൾ ഫോം സച്ച് ആസ് ഓക്സൈഡ്, ഹൈഡ്രോക്സൈഡ് ഓർ സൾഫൈഡ്. അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞതാണ് വാട്ട് ഈസ് കൊറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൊറോഷൻ ഓഫ് സ്റ്റീൽ ഇൻ കോൺക്രീറ്റ് ഈസ് ആൻ ഇലക്ട്രോകെമിക്കൽ പ്രോസസ്. അതായത് കൊറോഷൻ ഓഫ് സ്റ്റീൽ ഇൻ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇലക്ട്രോകെമിക്കൽ പ്രോസസ് ആണ്. നിങ്ങൾ +2 തൊട്ടേ പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇലക്ട്രോകെമിക്കൽ പ്രോസസ് എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുപോലെ സ്റ്റീലിന്റെ കൊറോഷനും നിങ്ങൾ പഠിക്കുന്നതാണ്. അതിന്റെ കെമിക്കൽ റിയാക്ഷനൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, when there is a differences in electrical potential along the steel reinforcement in concrete, an electrochemical cell is set up. Okay, എന്താ പറഞ്ഞത്? When there is a difference in electrical potential along the steel reinforcement in concrete, അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? An electrochemical cell is set up. Okay, in the steel, one part become anode and other part become cathode. സ്റ്റീലില് ഒരു പാർട്ട് എന്താവും? ആനോഡ് ആവും. വൺ പാർട്ട് ബിക്കം ആനോഡ് ആവും. ആനോഡും കാഥോഡും എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ. അപ്പം അതർ പാർട്ട് എന്താവും? അതർ പാർട്ട് ബിക്കംസ് കാഥോഡ് ആൻഡ് ഇറ്റ്സ് കണക്റ്റഡ് ബൈ ഇലക്ട്രോലൈറ്റ് ഇൻ ദ ഫോം ഓഫ് പോർ വാട്ടർ ഇൻ ദ ഹാർഡൻ സിമെന്റ് പേസ്റ്റ്. അപ്പൊ ഇതിൻ്റെ അകത്ത് പോർ വാട്ടർ ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു ആനോഡ് ആൻഡ് കാഥോഡ് connected by electrolyte in the form of pour water in the hardened cement paste. In hardened cement paste ilulla pour water. Okay. The positively charged ferrous ion Fe++ at the anode pass into solution, while the negatively charged free ions E negative passes through the steel into cathode. Okay, അതായത് പോസിറ്റീവ്ലി ചാർജ് ഉള്ള ഫെറസ് അയോൺ ദാറ്റ് ഈസ് F++ at the anode pass into solution. പോസിറ്റീവ്ലി ചാർജുള്ള ഫെറസ് അയോൺ എന്താവും? പാസ് ഇൻ ടു സൊല്യൂഷൻ. അതുപോലെ ഈ അയോൺ ഫ്രീ ഇലക്ട്രോൺസിന് നെഗറ്റീവ്ലി ചാർജ് ആണ്. അപ്പം ഈ നെഗറ്റീവ്ലി ചാർജുള്ള ഫ്രീ ഇലക്ട്രോൺസ് പാസ് ത്രൂ ദ സ്റ്റീൽ ഇൻ ടു കാഥോഡ്. ഓക്കെ, ആൻഡ് ദേ ആർ അബ്സോർബ്ഡ് ബൈ ദ constituents of the electrolyte and combined with water and oxygen to form hydroxyl ion. Okay, അങ്ങനെ അത് കമ്പൈൻഡ് വിത്ത് വാട്ടർ ആൻഡ് ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? ഫോം ഹൈഡ്രോക്സിൽ അയോൺസ് ഫോം ചെയ്യും. ഓക്കെ, ആൻഡ് ദീസ് ട്രാവൽ ത്രൂ ദ ഇലക്ട്രോലൈറ്റ് ആൻഡ് കമ്പൈൻ വിത്ത് ദ ഫെറസ് അയോൺ ടു ഫോം ഫെറിക് ഹൈഡ്രോക്സൈഡ്. ഈ ഒരു ഹൈഡ്രോക്സിൽ അയോണ് എന്ത് സംഭവിക്കും? ട്രാവൽ ത്രൂ ദ ഇലക്ട്രോലൈറ്റ് കൂടെ ട്രാവൽ ചെയ്തിട്ട് കമ്പൈൻ വിത്ത് ദ ഫെറസ് അയോണായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാക്കും? ഫെറിക് ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കും. ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് വിച്ച് ഈസ് കൺവേർട്ടഡ് ബൈ ദ ഫർദർ ഓക്സിഡേഷൻ ടു റസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്കൊരു വീഡിയോ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവുന്ന എന്താണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇത് അതിന്റെ ഒരു മോഡലാണ്, കൊറോഷൻ മെക്കാനിസത്തിന്റെ ഒരു മോഡലാണ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പം ഇത് വരച്ചാൽ ഏറ്റവും നല്ലത്. ഓക്കെ, മാർക്ക് സ്കോർ ചെയ്യാം നിങ്ങൾക്ക്. ഇത് അതിന്റെ ആനോഡിക് ആൻഡ് കാഥോഡിക് റിയാക്ഷൻസ് ആണ്. പറ്റിയാൽ നിങ്ങൾ പഠിച്ചോ, നല്ലതാണ്. ഓക്കെ, ഓരോ സ്റ്റെപ്പിലും എന്താണ് കെമിക്കലി ഉണ്ടാവുന്നത്, അതിന്റെ പ്രോഡക്റ്റും അതിന്റെ ആനോഡിൽ ഉണ്ടാവുന്ന റിയാക്ഷനും കാഥോഡിൽ ഉണ്ടാവുന്ന റിയാക്ഷനും.
It can be noted that no corrosion takes place if the concrete is dry or probably below relative humidity of 60%. Okay, എന്താ പറഞ്ഞത്? No corrosion takes place if the concrete is dry. Dry ആവുന്ന സമയത്ത് corrosion നടക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? ബിലോ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് 60%. ഈ രണ്ട് കണ്ടീഷനിൽ നോ കൊറോഷൻ ടേക്സ് പ്ലേസ്. അതിന്റെ റീസൺ എന്താണ്? ബിക്കോസ് ഇനഫ് വാട്ടർ ഈസ് നോട്ട് ദർ ടു പ്രൊമോട്ട് കൊറോഷൻ. ഓക്കെ, നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ട് പോർ വാട്ടർ ആണ് അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന്. അപ്പം ഡ്രൈ കണ്ടീഷൻ ആവുന്ന സമയത്ത് എന്താണ്? ദർ ഇസ് നോ ഇനഫ് വാട്ടർ. ഓക്കെ, അപ്പം അതാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. നോ കൊറോഷൻ ടേക്സ് പ്ലേസ് if the concrete is dry or probably below relative humidity of 60%, because enough water is not there to promote corrosion. Okay, അതുപോലെ തന്നെ corrosion does not take place if the concrete is fully immersed in water. Second condition എന്താ പറഞ്ഞത്? corrosion does not take place if concrete is fully immersed in water. ഓക്കെ, ആ കേസിലും കൊറോഷൻ ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്? ബിക്കോസ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ടു ദ കോൺക്രീറ്റ്. അതുകൊണ്ട് ആ കേസിലും നമ്മൾ എന്ത് സംഭവിക്കുന്നില്ല? കൊറോഷൻ ഉണ്ടാവുന്നില്ല. പ്രോബബ്ലി ദ ഒപ്റ്റിമം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഫോർ കൊറോഷൻ ഈസ് 70 to 80% ആണ്. ഓക്കെ, ഒപ്റ്റിമം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 70 to 80% ആണ്. ഓക്കെ, and the product of corrosion occupy a volume as much as 6 times the original volume of steel depending upon the oxidation state. അവിടെ ഉണ്ടാകുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിനനുസരിച്ച് എന്താ സംഭവിക്കുക? പ്രൊഡക്റ്റ് ഓഫ് കൊറോഷൻ എന്താ സംഭവിക്കുക? 6 times the original volume of steel ആയിട്ട് അത്രയും അത് എന്താ പറയാ? വോളിയം വോളിയം വെക്കും അത്. That is, the product of corrosion occupy a volume as much as 6 times the original volume of steel. Okay, അപ്പം അതൊരു 6 times വരെ എന്താ സംഭവിക്കുക? എക്സ്പാൻഡ് ചെയ്യും ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഫിഗർ 9.25 shows the increase in volume of steel depending upon the oxidation state. അപ്പം നോർമൽ ഒറിജിനൽ വോളിയം ഓഫ് സ്റ്റീലിനേക്കാളും 6 times വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദ ഇൻക്രീസ്ഡ് വോളിയം ഓഫ് ഡ്രസ് എക്സേർട്ട് ത്രസ്റ്റ് ഓൺ ദ കവർ കോൺക്രീറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ആ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പം അത് എന്താ? എക്സേർട്ട് ത്രസ്റ്റ് ഓൺ കവർ കോൺക്രീറ്റ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ക്രാക്കിംഗ് സംഭവിക്കും, ക്രാക്സ് ഉണ്ടാവും, സ്പോളിംഗ് ഉണ്ടാവും, ഒക്കെ കോൺക്രീറ്റിന് ഡിറ്റോറേഷൻ നടക്കും. With this kind of situation, concrete loses its integrity and the cross section of the reinforcement progressively reduces and the structure is sure to collapse. അങ്ങനെ വോളിയം എക്സ്പാൻഡ് ചെയ്യും. വോളിയം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഒരു റെസ്റ്റ് അതിന്റെ സറൗണ്ടിങ്സിലേക്ക് എന്താ പറയാ? എക്സേർട്ട് ത്രസ്റ്റ്. സമയത്ത് ക്രാക്ക് സംഭവിക്കും. ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ? ആ ഒരു സ്ട്രക്ചർ കൊളാപ്സ് ആവും. അങ്ങനെയാണ് റീഇൻഫോഴ്സ്മെന്റ് കാരണം കൊറോഷൻ ഉണ്ടാവുന്നത്. ഇത് അതിന്റെ ഒരു ഫിഗർ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൊറോഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീൽ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു റീഇൻഫോഴ്സിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൊറോഷൻ ഓഫ് റീഇൻഫോഴ്സിങ് സ്റ്റീൽ? എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? pH വാല്യൂ ഉണ്ട്, മോയിസ്ചർ, ഓക്സിജൻ, ക്ലോറൈഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് കവർ, അതുപോലെ ഫോർമേഷൻ ഓഫ് ക്രാക്ക്. ഇതൊക്കെ അതിന്റെ ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൊറോഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് കൊറോഷൻ ഓൺ റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീൽ. ഫസ്റ്റ് എന്താ ഉണ്ടാവുക? ബ്രൗൺ പാച്ചസ് അലോങ് റീഇൻഫോഴ്സ്മെന്റ്. ഈ ഒരു ബ്രൗൺ പാച്ചസ് നിങ്ങൾ ബിൽഡിങ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ കാണാം. നിങ്ങളെ കൊറോഷൻ ഉണ്ടാവുന്ന സ്ഥലത്തൊക്കെ ഒരു ബ്രൗൺ പാച്ചസ് ആയിട്ട് ഉണ്ടാക്കും. അപ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ വെച്ചാൽ അതിന്റെ സ്റ്റീൽ എന്താണ്?
start corroding. Okay. നെക്സ്റ്റ് എഫക്ട് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ക്രാക്ക് ആണ്. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. വോളിയം എക്സ്പാൻഡ് ചെയ്യുമ്പം അത് ആ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും സറൗണ്ടിങ്സിലേക്ക്. ആ സമയം ക്രാക്ക് ഉണ്ടാവും. അങ്ങനെ എന്ത് സംഭവിക്കും? ബിൽഡിങ്സ് കൊളാപ്സ് ചെയ്യും. നെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് സ്പാലിംഗ് ഓഫ് കോൺക്രീറ്റ് കവർ. അതായത് ഈ കോൺക്രീറ്റും സ്റ്റീലും തമ്മിലുള്ള ബോണ്ടിങ് നഷ്ടപ്പെടുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ആയിട്ട് സ്പാൾ ഓഫ് ചെയ്യും കോൺക്രീറ്റ് കവർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്നാപ്പിംഗ് ഓഫ് ബാർ. സ്നാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്യൂ ടു റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് സ്റ്റീൽ ബാർസ് ദ ഫൈനലി സ്നാപ്പ്. സ്നാപ്പ് എന്ന് പറയുന്നത് കട്ടാവുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ സ്നാപ്പിംഗ് ഓഫ് ബാർ അതൊരു എഫക്റ്റ് ആണ്. നെക്സ്റ്റ് ബൾക്കിംഗ് ഓഫ് ബാർസ്. ബൾക്കിങ്ങിന്റെ എക്സാമ്പിൾ ആണിത്. ബെൻഡ് ആവുക നന്നായിട്ട്. ബൾക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, ഡിസൈനിങ്ങിലൊക്കെ പഠിച്ചതല്ലേ. അപ്പം ബൾക്കിംഗ് ഓഫ് ബാർസ് അതും ഒരു എഫക്റ്റ് ആണ് കൊറോഷന്റെ. നെക്സ്റ്റ് കോസസ് ഓഫ് കൊറോഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ സ്റ്റീൽ. ഓക്കെ, എന്തൊക്കെയാണ് കോസസ് നോക്കാം. The main factors responsible for corrosion of reinforcement bars are എന്തൊക്കെയാണ്? ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് ലോസ് ഓഫ് ആൽക്കലൈനിറ്റി ഡ്യൂ ടു കാർബണേഷൻ. അതൊരു കോസ് ആണ്. അതുപോലെ ലോസ് ഓഫ് ആൽക്കലൈനിറ്റി ഡ്യൂ ടു ക്ലോറൈഡ്, ക്രാക്സ് ഇൻ കോൺക്രീറ്റ്, അതൊക്കെ അതിന്റെ റീസൺസ് ആണ് കേട്ടോ, കോസസ് ആണ്. അതുപോലെ മോയ്സ്ചർ പാത്വേസ് ആൻഡ് ഇൻസഫിഷ്യന്റ് കവർ, ഇതൊക്കെ എന്തിന് റീസൺ ആണ്? ഇറ്റ്സ് എല്ലാം കോസസ് ഓഫ് കൊറോഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ സ്റ്റീൽ ആണ്. അപ്പം ഇതൊക്കെയാണ് ലോസ് ഓഫ് ആൽക്കലൈനിറ്റി ഡ്യൂ ടു കാർബണേഷൻ, ലോസ് ഓഫ് ആൽക്കലൈനിറ്റി ഡ്യൂ ടു ക്ലോറൈഡ്, ക്രാക്സ് ഇൻ കോൺക്രീറ്റ്, അതുപോലെ മോയ്സ്ചർ പാത്വേസ്, ഇൻസഫിഷ്യന്റ് കവർ. ഇത്രയാണ് കോസസ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇത് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ്. ഓക്കെ, എന്താണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിക്രീസിങ് വാട്ടർ ടു സിമെന്റ് റേഷ്യോ ഓഫ് കോൺക്രീറ്റ്. അത് ചെയ്യാം. ദാറ്റ് ഈസ് കൊറോഷൻ ഓഫ് എംബഡഡ് metals in concrete can be greatly reduced by placing crack-free concrete with low permeability. Low permeability. അപ്പൊ നമുക്ക് low permeability concrete can attain by decreasing the water to cement ratio of the concrete. അതൊരു കാര്യം ചെയ്യാം. പിന്നെ യൂസ് ഓഫ് പോസലാൻസ് ആൻഡ് സ്ലാഗ്, അതും റെഡ്യൂസ് ചെയ്യുന്നുണ്ട് പെർമിബിലിറ്റി. അതുപോലെ പോസലാൻസ് ആൻഡ് സ്ലാഗ് ആൾസോ ഇൻക്രീസ് ദ കോൺക്രീറ്റ് റെസിസ്റ്റിവിറ്റി. അപ്പൊ നമുക്ക് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യാം. പിന്നെ വരുന്നത് യൂസ് ഓഫ് കൊറോഷൻ ഇൻഹിബിറ്റിംഗ് അഡ്മിക്സ്റ്റേഴ്സ്. നമ്മൾ കുറെ ടൈപ്പ് അഡ്മിക്സ്റ്റേഴ്സ് പഠിച്ചു. അപ്പം യൂസ് ഓഫ് കൊറോഷൻ ഇൻഹിബിറ്റിംഗ് അഡ്മിക്സ്റ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് കോട്ടിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ഈ എപ്പോക്സി റെസിൻസ് ഒക്കെ വെച്ചിട്ട് റീഇൻഫോഴ്സ്മെന്റ് കോട്ട് ചെയ്യാം. പിന്നെ യൂസ് ഓഫ് സീലേഴ്സ് അല്ലെങ്കിൽ മെംബ്രെയിൻസ് ഒക്കെ വെച്ചിട്ട് കവർ ചെയ്യാം. നെക്സ്റ്റ് പ്രൊവൈഡിങ് സഫിഷ്യന്റ് കോൺക്രീറ്റ് കവർ. ഒരു പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള കോൺക്രീറ്റിന് കവർ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ലിമിറ്റ് വരെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് കൊറോഷൻ നമുക്ക് റെസിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം പ്രൊവൈഡിങ് സഫിഷ്യന്റ് കോൺക്രീറ്റ് കവർ. പിന്നെ എന്താണ്? യൂസ് ഓഫ് ഗുഡ് ക്വാളിറ്റി കോൺക്രീറ്റ്. അപ്പം ഹൈ ക്വാളിറ്റി കോൺക്രീറ്റ് മസ്റ്റ് ബി യൂസ്. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ ആൽക്കലൈൻ നേച്ചർ. അപ്പം പ്രോപ്പർ ആയിട്ട് നല്ല ക്വാളിറ്റി കോൺക്രീറ്റും സിമെന്റും ഒക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് പ്രോപ്പർ കോമ്പാക്ഷൻ ഫോർ കോൺക്രീറ്റ്. പ്രോപ്പർ ആയിട്ട് വോയിഡ്സ് ഒന്നും ഇല്ലാണ്ട്, എയർ വോയിഡ്സ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് കോമ്പാക്ട് ചെയ്യാം. പിന്നെ യൂസ് ഓഫ് സിമെന്റ് ബേസ്ഡ് പോളിമേഴ്സ്. സിമെന്റ് ബേസ്ഡ് പോളിമേഴ്സ് കുറെ നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ ഈ കൊറോഷന് എന്താ പറയാ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പോളിമേഴ്സ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ടൈപ്പ് സിമെന്റ് ബേസ്ഡ് പോളിമേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതുപോലെ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുക. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ലെയേഴ്സ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുക, അതും സ്റ്റീലിനെ കൊറോഷന് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മെറ്റലർജിക്കൽ മെത്തേഡ്സ്. കുറച്ച് മെറ്റലർജിക്കൽ മെത്തേഡ്സും പ്രോസസ്സിംഗ് വഴിയൊക്കെ നമുക്ക് കൊറോഷൻ ഒരു ലിമിറ്റ് വരെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അതുപോലെ നേരത്തെ പറഞ്ഞു കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് ഏതൊക്കെയാണ്? നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്, ബെൻസോയേറ്റ്, അങ്ങനെ കുറെ
ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, അവയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കൊറോഷനെ റെസിസ്റ്റ് ചെയ്യാം. പിന്നെ ഡീറസ്റ്റിംഗ് എന്ന് പറയുന്നത് റസ്റ്റിംഗ് ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടി റീഇൻഫോഴ്സ്മെന്റ് ആർ ക്ലീൻഡ് വിത്ത് ഡീറസ്റ്റഡ് സൊല്യൂഷൻ. ഓക്കെ, അതുപോലെ ദിസ് ഇസ് ഫോളോഡ് വിത്തൗട്ട് ഡിലേ ബൈ ക്ലീനിങ് ദ റോഡ്സ് വിത്ത് വെറ്റ് വേസ്റ്റ് ക്ലോത്ത് ആൻഡ് ക്ലീനിങ് പൗഡർ ആൻഡ് ദ റോഡ്സ് ആർ ദെൻ റിൻസ്ഡ് ഇൻ റണ്ണിങ് വാട്ടർ ആൻഡ് എയർ ഡ്രൈഡ്. ഇങ്ങനെ നമുക്ക് കൊറോഷൻ കൺട്രോൾ ചെയ്യാം. അതുപോലെ ഫോസ്ഫേറ്റിംഗ് എന്ന് പറഞ്ഞ വേറൊരു പ്രോസസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെത്തേഡാണ് നമ്മളെ കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാൻ. അപ്പം ഇങ്ങനെ നമുക്ക് കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് സിമെന്റ് കോട്ടിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോപ്പറായിട്ട് സിമെന്റ് കോട്ടിംഗ് ഒക്കെ നടത്തിയിട്ട് റെസിസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ റീഇൻഫോഴ്സ്മെന്റ് കൊറോഷൻ എന്ന് പറയുന്നത്. കുറെ സബ് ഹെഡിങ്സ് വരുന്നുണ്ട്, എല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നിട്ട് എന്താണ് എക്സാമിന് എഴുതുക കേട്ടോ. എല്ലാ ഹെഡിങ്ങും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്കൊരു വീഡിയോ ഉണ്ട്, അതും കൂടെ